ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ശൈത്യകാല സമ്മേളനം നടക്കുന്ന പാർലമെന്റിന്റെ ഇരുസഭകളും നടപടികൾ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞു. 2026 സീസണിലെ കൊപ്രയുടെ താങ്ങുവില വർദ്ധിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകി. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 2 ഘട്ടങ്ങളിലെയും വോട്ടെണ്ണൽ നാളെ രാവിലെ 8 മുതൽ. 30ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് തിരിതെളിയും. പാലസ്തീൻ 36 ഉദ്ഘാടന ചിത്രം. നടിയെ ആക്രമിച്ച കേസിൽ 6 പ്രതികൾക്കും 20 വർഷം കഠിന തടവ് വിധിച്ച് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. ഏഷ്യാകപ്പ് അണ്ടർ-19 ക്രിക്കറ്റിൽ UAE-ക്കെതിരെ ഇന്ത്യയ്ക്ക് ജയം. വാർത്തകൾ വിശദമായി. ശൈത്യകാല സമ്മേളനം നടക്കുന്ന പാർലമെന്റിന്റെ ഇരുസഭകളും നടപടികൾ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞു. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ ശിവരാജ് പാട്ടീലിന്റെ നിര്യാണത്തിൽ ലോക്സഭയും രാജ്യസഭയും അനുശോചിച്ചു. 2001 ഡിസംബർ 13 നടന്ന പാർലമെന്റ് ആക്രമണത്തിലെ രക്തസാക്ഷികൾക്ക് ഇരുസഭകളും ആദരാഞ്ജലികൾ അർപ്പിച്ചു. ധീരരായ സുരക്ഷാ ഉദ്യോഗസ്ഥരോടുള്ള ആദരസൂചകമായി ഇരുസഭകളിലെയും അംഗങ്ങൾ മൌനമാചരിച്ചു. രാജ്യത്തെ വിള ഉൽപാദനത്തിലെ വർധന രാജ്യസഭയിൽ പരാമർശിക്കപ്പെട്ടു. രാജ്യത്തെ ക്ഷയരോഗ മരണനിരക്ക് 25% കുറഞ്ഞതായി കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ ലോക്സഭയിൽ അറിയിച്ചു. 2027 സെൻസസിന് 11,718 കോടി രൂപയുടെ ബജറ്റിന് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. 2 ഘട്ടങ്ങളിലായാണ് സെൻസസ് നടത്തുന്നതെന്ന് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവെ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കി. 2026 കാലയളവിലെ കൊപ്രയ്ക്കുള്ള താങ്ങുവില വർദ്ധിപ്പിക്കാനും മന്ത്രിസഭ അനുമതി നൽകി. കൽക്കരി ലിങ്കേജ് നയത്തിന്റെ പരിഷ്കാരങ്ങൾക്കും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ജനവിധി നാളെ അറിയാം. 2 ഘട്ടങ്ങളിലെയും വോട്ടെണ്ണൽ നാളെ രാവിലെ 8 മണിക്ക് ആരംഭിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. സംസ്ഥാനത്ത് ആകെ 244 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണുള്ളത്. ജില്ലാ പഞ്ചായത്തുകളിലേക്കുള്ള തപാൽ വോട്ടുകൾ ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റുകളിലും എണ്ണും. കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി തലങ്ങളിൽ അതാത് സ്ഥാപനങ്ങളുടെ വോട്ടെണ്ണൽ നടത്തും. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളുടെ വോട്ടെണ്ണൽ ബ്ലോക്ക് തല കേന്ദ്രങ്ങളിലാവും നടത്തുക. ഇവിടെയുള്ള വരണാധികാരികളുടെ മുന്നിൽ ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്തുകളുടെ തപാൽ വോട്ടുകൾ എണ്ണും. തപാൽ വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞ ശേഷം വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടുകൾ എണ്ണും. ഓരോ ബൂത്തിലെയും എണ്ണൽ തീരുന്ന മുറയ്ക്ക് വോട്ട് നില ഓൺലൈനായി ലഭ്യമാക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ A. ഷാജഹാൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. വോട്ടെണ്ണൽ നാളെ രാവിലെ 8 മണിക്ക് ആരംഭിക്കും. റൂറൽ ഏരിയയിൽ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്തുകളിലേക്കുള്ള വോട്ടുകൾ എണ്ണുകയും അതിന്റെ പോസ്റ്റൽ ബാലറ്റുകൾ അതാത് കേന്ദ്രങ്ങളിൽ തന്നെ എണ്ണുകയും ചെയ്യും. ജില്ലാ പഞ്ചായത്തിന്റെ റിട്ടേണിംഗ് ഓഫീസർ ജില്ലാ കളക്ടറാണ്. മുഴുവൻ വോട്ടുകളും എണ്ണിത്തീർന്നാൽ ഉടൻ തന്നെ ഫലപ്രഖ്യാപനം ഉണ്ടാകും. നഗരസഭകളിൽ, നഗര കേന്ദ്രങ്ങളിൽ തയ്യാറാക്കിയിട്ടുള്ള വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ നടക്കുക. മുഴുവൻ ഫലപ്രഖ്യാപനവും ഉച്ചയോടുകൂടി ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. തെരഞ്ഞെടുപ്പ് വിജയാഹ്ലാദ പ്രകടനങ്ങളിൽ സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും മിതത്വം പാലിക്കണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഡിസംബർ 18 വരെ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിലുണ്ട്. ഹരിതചട്ടവും ശബ്ദ നിയന്ത്രണ പരിസ്ഥിതി നിയമങ്ങളും ആഹ്ലാദ പ്രകടനങ്ങളിൽ കർശനമായി പാലിക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം വോട്ടർമാർ വോട്ട് ചെയ്തത് ഇത്തവണ. കഴിഞ്ഞ തവണത്തേക്കാൾ 73,866 വോട്ടുകളാണ് അധികമായി പോൾ ചെയ്തതെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. സംസ്ഥാനത്തെ സർക്കാർ ട്രഷറികൾ നാളെ തുറന്ന് പ്രവർത്തിക്കും. ഫലപ്രഖ്യാപന നടപടികൾ പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പ് രേഖകൾ സുരക്ഷിതമായി സ്ട്രോങ് റൂമുകളിൽ സൂക്ഷിക്കുന്നതിനാണ് ട്രഷറികൾ തുറന്ന് പ്രവർത്തിക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് പുതിയതായി തെരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങൾ ഈ മാസം 21 മുൻപ് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ ആദ്യ യോഗം സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ചേരും. ഇടുക്കിയിലെ ഇടമലക്കുടി ആദിവാസി ഉന്നതിയിലുള്ളവർ പുറം ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയുന്നത് റേഡിയോയിലൂടെ മാത്രമാണ്. ഇത്തവണയും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലമറിയാൻ ഇവർ റേഡിയോകളുമായി കാത്തിരിക്കുകയാണ്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ഫലമറിയാൻ കേരളം പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ വാർത്തകളും വിശേഷങ്ങളും റേഡിയോയിലൂടെ മാത്രം അറിയുന്ന ഒരിടമുണ്ട് ഇടുക്കിയിൽ. സംസ്ഥാനത്തെ പ്രഥമ ഗോത്രവർഗ പഞ്ചായത്തും ഇടുക്കിയിലെ ആദിവാസി ഗ്രാമവുമായ ഇടമലക്കുടി ഉന്നതിയിലുള്ളവർക്ക് പുറം ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഇന്നും റേഡിയോ മാത്രമാണ് ആശ്രയം. ഇടമലക്കുടിയിലെ 14 വാർഡുകളിലും അധിവസിക്കുന്നവർ റേഡിയോയിലൂടെയാണ് വാർത്തകൾ അറിയുന്നത്. ഈ ഗോത്രഗ്രാമത്തിലെ വോട്ടർമാർ തങ്ങളുടെ ജനപ്രതിനിധികൾ ആരെന്നറിയാൻ നാളെ റേഡിയോയ്ക്ക് മുന്നിലാകും. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് പ്രത്യേക വാർത്താ ബുള്ളറ്റിനുകൾ ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം നാളെ പ്രക്ഷേപണം ചെയ്യും. മറ്റ് ബുള്ളറ്റിനുകൾക്ക് പുറമെ രാവിലെ 9:30, 10:15, 11:30,
ഉച്ചയ്ക്ക് ശേഷം 2:30, 3:30, 4:30 എന്നീ സമയങ്ങളിൽ 5 മിനിറ്റ് ദൈർഘ്യമുള്ള ബുള്ളറ്റിനുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്ത് ഡിജിറ്റൈസ് ചെയ്ത ഫോമുകളുടെ എണ്ണം 2,75,99,466 ഉയർന്നതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. ഇത് മൊത്തം വിതരണം ചെയ്ത ഫോമുകളുടെ 99.10% അദ്ദേഹം അറിയിച്ചു. 30ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് അല്പസമയത്തിനകം തിരിതെളിയും. തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിക്കും. സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് കനാഡിയൻ ചലച്ചിത്രകാരി കെല്ലി ഫൈഫ് മാർഷലിന് സമ്മാനിക്കും. പലസ്തീൻ 36 ആണ് ഉദ്ഘാടന ചിത്രം. ഈ മാസം 19 വരെ നടക്കുന്ന മേളയിൽ 26 വ്യത്യസ്ത വിഭാഗങ്ങളിലായി 82 രാജ്യങ്ങളിൽ നിന്നുള്ള 206 ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത്. 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ആദ്യ ദിനം തന്നെ മികച്ച പ്രേക്ഷക പങ്കാളിത്തമാണ് പ്രകടമായത്. മികച്ച സിനിമകൾ തിരഞ്ഞെടുത്ത് കാണാനുള്ള ആവേശത്തിലാണ് ഡെലിഗേറ്റുകൾ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. കാഴ്ചയുടെ വസന്തം തീർത്തുകൊണ്ട് 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തലസ്ഥാന നഗരിയിൽ തുടക്കമായിരിക്കുകയാണ്. നഗരത്തിലെ 16 തിയേറ്ററുകളിലായി നടക്കുന്ന ചലച്ചിത്രമേളയിൽ 13,000-ലധികം ഡെലിഗേറ്റുകളും 200ഓളം ചലച്ചിത്ര പ്രവർത്തകരും പങ്കെടുക്കുന്നുണ്ട്. ആദ്യ ദിനമായ ഇന്ന് 11 ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത്. സിനിമകൾക്കെല്ലാം മികച്ച പ്രേക്ഷക പ്രതികരണമാണ് ലഭിച്ചത്. അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ 14 ചിത്രങ്ങൾ സുവർണ ചകോരം, രജത ചകോരം പുരസ്കാരങ്ങൾക്കായി മേളയിൽ മത്സരിക്കും. വിഖ്യാത ഇറാനിയൻ സംവിധായകൻ മുഹമ്മദ് റസൂലോഫാണ് ഇത്തവണത്തെ ചലച്ചിത്രമേള ജൂറി ചെയർപേഴ്സൺ. മേളയുടെ 2ാം ദിനമായ നാളെ കൂടുതൽ ഡെലിഗേറ്റുകളെത്തും. നടി ആക്രമിക്കപ്പെട്ട കേസിൽ പൾസർ സുനി ഉൾപ്പെടെ 6 പ്രതികൾക്കും 20 വർഷം കഠിന തടവ് ശിക്ഷ വിധിച്ചു. 50,000 രൂപ പിഴയും നൽകണം. വിചാരണ തടവ് കുറച്ച് ശിക്ഷ അനുഭവിച്ചാൽ മതിയാകും. പിഴ അടച്ചില്ല എങ്കിൽ 1 വർഷം കൂടി തടവ് ശിക്ഷ അനുഭവിക്കണം. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി എം വർഗീസാണ് ശിക്ഷ വിധിച്ചത്. കേസിൽ ആദ്യ 6 പ്രതികളും കുറ്റക്കാരെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു. കൊച്ചി മുസിരിസ് ബിനാലെ 6ാം പതിപ്പിന് ഇന്ന് തുടക്കം. ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൌണ്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ബിനാലെ ഉദ്ഘാടനം ചെയ്തു. 110 ദിവസം നീളുന്ന ബിനാലെ അടുത്ത വർഷം മാർച്ച് 31-ന് സമാപിക്കും. ദുബായിൽ നടന്ന ഏഷ്യ കപ്പ് അണ്ടർ-19 ക്രിക്കറ്റിൽ UAEക്കെതിരെ ഇന്ത്യയ്ക്ക് 234 റൺസ് വിജയം. ഇന്ത്യ ഉയർത്തിയ 434 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന UAE 50 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 199 റൺസ് നേടാനേ സാധിച്ചുള്ളൂ. ഫൈനൽ ഈ മാസം 21-ന് നടക്കും. ഞായറാഴ്ച ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 450 പോയിന്റ് ഉയർന്ന് 85,268-ലും നിഫ്റ്റി 148 പോയിന്റ് നേട്ടത്തിൽ 26,047-ലും വ്യാപാരം അവസാനിച്ചു. സ്വർണ്ണവില സർവകാല റെക്കോർഡിലേക്ക്. പവന് 2,520 രൂപ വർദ്ധിച്ച് 98,400 രൂപയും ഗ്രാമിന് 12,300 രൂപയുമാണ് ഇന്നത്തെ വില. മണ്ഡലകാലം അവസാനിക്കാൻ 2 ആഴ്ച ബാക്കി നിൽക്കെ സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും ഇതര സംസ്ഥാനക്കാരായ ഭക്തരുടെ അടക്കം തിരക്ക് വർദ്ധിക്കുന്നു. ഇന്ന് വൈകിട്ട് 4 വരെ 61,424 പേർ ദർശനം നടത്തി. ഇതിൽ സ്പോട്ട് ബുക്കിംഗിലൂടെ 7,333 പേരാണ് ദർശനം നടത്തിയത്. ഇന്ന് രാവിലെ ദർശനത്തിനായുള്ള തീർത്ഥാടകരുടെ ക്യൂ മരക്കൂട്ടം മുതൽ നടപ്പന്തൽ വരെ നീണ്ടു. മണിക്കൂറുകൾ കാത്തുനിൽക്കേണ്ടി വരുന്നുണ്ടെങ്കിലും കേന്ദ്രസേന, പോലീസ് തുടങ്ങിയ വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ തിരക്ക് നിയന്ത്രണ വിധേയമാണ്. തിരുവനന്തപുരം സെൻട്രൽ ഹസ്രത്ത് നിസാമുദ്ദീൻ വൺ വേ സ്പെഷ്യൽ സർവീസ് നടത്തും. നാളെ രാവിലെ 7:45-ന് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട് തിങ്കളാഴ്ച രാത്രി 7-ന് ഹസ്രത്ത് നിസാമുദ്ദീനിൽ എത്തിച്ചേരും. ബെഞ്ച് മാർക്ക് വൈകല്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അവർക്കിഷ്ടമുള്ള പരീക്ഷാ കേന്ദ്രം അനുവദിക്കാൻ തീരുമാനിച്ച് കേന്ദ്ര പബ്ലിക് സർവീസ് കമ്മീഷൻ. കഴിഞ്ഞ 5 വർഷമായി ചില പരീക്ഷാ കേന്ദ്രങ്ങളിൽ അപേക്ഷകരുടെ എണ്ണം കൂടുതലായതിനാൽ സൌകര്യപ്രദമല്ലാത്ത കേന്ദ്രങ്ങൾ തിരഞ്ഞെടുക്കാൻ ഉദ്യോഗാർത്ഥികൾ നിർബന്ധിതരാകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് തീരുമാനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജോർദാൻ, എത്യോപ്യ, ഒമാൻ രാജ്യങ്ങളിലേക്കുള്ള 4 ദിവസത്തെ സന്ദർശനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. സന്ദർശനത്തിന്റെ ആദ്യ പാദത്തിൽ ജോർദാനിലെത്തുന്ന അദ്ദേഹം അബ്ദുള്ള രണ്ടാമൻ രാജാവുമായി കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രി 16-ന് എത്യോപ്യയും 17-ന് ഒമാനും സന്ദർശിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ശൈത്യകാല സമ്മേളനം നടക്കുന്ന പാർലമെന്റിന്റെ ഇരുസഭകളും നടപടികൾ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞു. 2026 സീസണിലെ കൊപ്രയുടെ താങ്ങുവില വർദ്ധിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 2 ഘട്ടങ്ങളിലെയും വോട്ടെണ്ണൽ നാളെ രാവിലെ 8 മുതൽ. 30ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് തിരിതെളിയും. പലസ്തീൻ 36 ഉദ്ഘാടന ചിത്രം. നടിയെ ആക്രമിച്ച കേസിൽ 6 പ്രതികൾക്കും 20 വർഷം കഠിന തടവ് വിധിച്ച് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. ഏഷ്യ കപ്പ് അണ്ടർ-19 ക്രിക്കറ്റിൽ UAEക്ക് എതിരെ ഇന്ത്യയ്ക്ക് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.